തിരുവനന്തപുരം വർക്കലയിലാണ് നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റാത്തിക്കൽ സ്വദേശിനി നാസിയാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് നാസിയെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. 2 മാസം മുൻപാണ് നാസിയുടെ വിവാഹം നടന്നിട്ടുള്ളത്. വർക്കല പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വാന്തന സാജു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്വാന്തന, 2 മാസം മാത്രമേ ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. ചെറിയ പ്രായമാണ്. ഇതിപ്പോൾ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് 13-14 ദിവസം 2 ആഴ്ചക്കുള്ളിൽ തന്നെ വിദേശത്തേക്ക് പോയിരുന്നുവെന്നും കേട്ടു. എന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ? ഈ നാസിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ സ്വാന്തന? അഷിയാസ്, തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 19 വയസ്സുകാരിയാണ്. 2 മാസം മുൻപ് വിവാഹം കഴിഞ്ഞ നവവധുവാണ്. നാസിയ എന്നാണ് പെൺകുട്ടിയുടെ പേര്. വർക്കല റാത്തിക്കൽ സ്വദേശിനിയാണ്. നാസിയാണ് ഇത്തരത്തിൽ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കുടുംബാംഗങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആദ്യം വർക്കലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ, പിന്നീട് നില ഗുരുതരമായതോടുകൂടി തന്നെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. അവിടെ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് നാസിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ നിലവിൽ ഇപ്പോൾ ഒരു കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷിയാസ്, അത് വർക്കല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റു പരാതികളൊന്നും തന്നെ നാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉയർന്നു വരികയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ നാസിയുടെ ഹസ്ബൻഡ്, വിവാഹം കഴിച്ച ആള്, ഈ വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 13 ദിവസം കഴിഞ്ഞ് ഉടൻ തന്നെ ഗൾഫിലേക്ക് പോയി എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നാസിക്ക് വലിയ ഒരു വിഷമം ഉണ്ടായിരുന്നു, മനോവിഷമം ഉണ്ടായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അത് മാത്രമല്ല, നാസിയ ഭർത്താവിന്റെ വീട്ടിലാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് നാസിയയ്ക്ക് ഒരു ആരോഗ്യ പ്രശ്നം, ഫുഡ് പോയ്സണിംഗ് ഉണ്ടാകുകയും അതിനുശേഷം നാസിയയുടെ മാതാപിതാക്കൾ തന്നെ പോയി നാസിയെ തിരിച്ച് നാസിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമാണ് ചെയ്തത്. അതിന് പിന്നാലെ ചികിത്സയിലൊക്കെ ഇരിക്കുന്ന ഈ ഫുഡ് പോയ്സണിങ്ങുമായി ബന്ധപ്പെട്ട് ആ ചികിത്സയിൽ ഇരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. മറ്റ് ദുരൂഹതകളൊന്നും തന്നെ കുടുംബാംഗങ്ങളോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരോപിക്കുന്നില്ല. പക്ഷേ 2 മാസം മാത്രമേ ആയുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ RDOയുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെയും ഇന്ന് പൂർത്തിയാക്കിയത്. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്ന ശേഷമായിരിക്കും മറ്റെന്തെങ്കിലും ഇതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തമാകുക. നാളെ ഇപ്പോൾ മറ്റ് സംസ്കാര ചടങ്ങുകളും മറ്റും കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ എന്തായാലും മറ്റ് ദുരൂഹതകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദാരുണമായ ഒരു സംഭവമാണ്, ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. വിവാഹം കഴിഞ്ഞ് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയാണ്, ഒരു യുവതിയാണ് തിരുവനന്തപുരം വർക്കലയിൽ മരണപ്പെട്ടിട്ടുള്ളത്.